വീണ്ടും ഞാനിതാ ഒരു ചിക്കൻ്റെ ഐറ്റം കൊണ്ട് തന്നെയാണ് വന്നത്. നല്ല നാടൻ സ്റ്റൈലിലൊരു ചിക്കൻ പൊരിച്ചത്. ഇതിൽ ഞാൻ കളറുകളോ കെമിക്കലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ചേർത്തിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം പൊടി, അല്പം തൈരും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നല്ലവണ്ണം ചതച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓൺ വോയിസ് ചെയ്തധികം പരിചയമൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ ചതച്ചിട്ടുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ സമയം വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഒരു പാൻ എടുത്തിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ്റെ പീസും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടാനാണ്. ഭയങ്കര ക്രിസ്പിയായിട്ട് പോവാതെ സോഫ്റ്റായിട്ടുള്ള ചിക്കൻ കിട്ടും. പിന്നെ അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. അങ്ങനെ ഏകദേശം ചിക്കൻ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മായങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സേഫായിട്ട് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.